പ്രിയപ്പെട്ട കുട്ടികളെ, HS മാത്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ പേജ് നമ്പർ 86 നാലാമത്തെ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 86 4 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം കൃതി സമവാക്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. 16 added to the sum of first few terms of an arithmetic sequence 9, 11, 13, etc. get 256. How many terms are to be added? First few terms add ചെയ്ത് കഴിഞ്ഞപ്പോൾ 256 കിട്ടി. 256 കിട്ടണമെങ്കിൽ എന്തും കൂടി ആഡ് ചെയ്തു, 16 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 256 കിട്ടി. എങ്കിൽ എത്ര ടേംസ് ആണ് ആഡ് ചെയ്തത്? അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത് തന്നെയാണ്. ശരിക്കും കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇത് തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. സം ഓഫ് ടേംസ് ആണ് ഗിവൺ. അപ്പോൾ സം ഓഫ് ടേംസിന്റെ കൂടെ 16 കൂടി ആഡ് ചെയ്താൽ 256 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സീക്വൻസ് ഇതാണ്: 9, 11, 13, എക്സെട്ര. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 9 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 മൈനസ് 9, ദാറ്റ് ഈസ് 2 ആണ്. 11 മൈനസ് 9 2. ഇനി ഇതില് xn നമുക്ക് കണ്ടുപിടിക്കാം. ആൽജിബ്രിക് ഫോം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് xn ഈസ് dn പ്ലസ് എഫ് മൈനസ് ഡി എന്നാണ് ഫോർമുല. അവിടെ d എന്ന് പറയുന്നത് 2 ആണ്, n xn ആണ്, അപ്പൊ n തന്നെയാണ്. പ്ലസ് എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് 9 മൈനസ് ഡി എന്ന് പറയുന്നത് 2. അപ്പൊ 2n 9 മൈനസ് 2 എന്ന് പറഞ്ഞാൽ പ്ലസ് 7. സോ 2n പ്ലസ് 7 ഈസ് ദി ആൽജിബ്രിക് ഫോം ഓഫ് ദി സീക്വൻസ് 9, 11, 13, എക്സെട്ര. ദെൻ സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ കൂടെ 16 കൂടി ആഡ് ചെയ്താലാണ് 256. അപ്പൊ സം ഓഫ് n ടേംസ് എന്ന് കണ്ടുപിടിക്കാം. സം കാണാനുള്ള ഫോർമുല n/2 ഇൻറ്റു x1 പ്ലസ് xn. x1 പ്ലസ് xn. സം ഓഫ് n ടേംസ് പറയുന്നത് n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. അപ്പൊ n/2 ഇൻറ്റു x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം തന്നെയാണ്, ദാറ്റ് ഈസ് 9 പ്ലസ് xn എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 2n പ്ലസ് 7. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ, ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് പറയുമ്പോൾ ഇവിടെ n ഉള്ള ടൈം 2n ആണ്, അത് ആദ്യം എഴുതി 2n. ബാക്കി ഇവിടെ ഒരു 9 ഉണ്ട്, ഇവിടെ ഒരു 7. 9 പ്ലസ് 7 16 കിട്ടും, പ്ലസ് 16. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും n/2 ഇൻറ്റു, ഇതിൽ കോമൺ ആയിട്ട് 2 ഉണ്ട്, 2n. ഇത് 2 ഇൻറ്റു 8 ആണ് 16. അപ്പൊ അതിൽ കോമൺ ആയിട്ടുള്ള 2 ഇങ്ങനെ വെളിയിലെടുക്കുക. ഇപ്പൊ 2 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അകത്തേക്കും. ബാക്കി ഇവിടെ n ഉണ്ട്, പ്ലസ് ഇവിടെ പിന്നെ 8 ഉള്ളൂ. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. അതായത് n/2 ഇൻറ്റു ഈ 2n പ്ലസ് 16 എന്നുള്ള 2 ഇൻറ്റു n പ്ലസ് 8. 2 ഇൻറ്റു n 2n, 2 ഇൻറ്റു 8 16 കേട്ടോ. അപ്പൊ ഇവിടെ 2 ഇൻറ്റു ക്യാൻസൽ ചെയ്യുക, അതാണ് അതിൻ്റെ എളുപ്പവഴി. അപ്പൊ എന്ത് കിട്ടി? n ഇൻറ്റു n പ്ലസ് 8. n ഇൻറ്റു n പ്ലസ് 8 മൾട്ടിപ്ലൈ ചെയ്യാം. n ഇൻറ്റു n n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 8 8n. അപ്പോൾ n സ്ക്വയർ പ്ലസ് 8n ഈസ് ദി സം ഓഫ് n ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്. ഫസ്റ്റ് n ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 9, 11, 13, എക്സെട്ര. അപ്പോൾ ആദ്യത്തെ n ടേംസിന്റെ സം ആണ് n സ്ക്വയർ പ്ലസ് 8n. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 16 ആഡഡ് ടു ദി സം ഓഫ് ഫസ്റ്റ് ഫ്യൂ ടേംസ്. അപ്പോൾ സം ഓഫ് n ടേംസിന്റെ കൂടെ 16 ആഡ് ചെയ്യുമ്പോഴാണ് 256 വരുന്നത്. അപ്പോൾ സമ്മിന്റെ കൂടെ 16 ആഡ് ചെയ്താൽ 256 കിട്ടുമെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ ദാറ്റ് സം ഓഫ് ഫസ്റ്റ് ഫ്യൂ ടേംസ് പ്ലസ് 16 ഗിവ്സ് 256. ആൻഡ് സം ഓഫ് n ടേംസ് ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, n സ്ക്വയർ പ്ലസ് 8n ആൻഡ് പ്ലസ് 16 ഗിവ്സ് 256. കേട്ടോ, ഇത് നോക്കിക്കേ. n-ന്റെ കോഎഫിഷ്യന്റ് 8, 8ന്റെ ഹാഫ് 4, 4ന്റെ സ്ക്വയർ 16. അപ്പോൾ ഇതെന്താണ്?
n ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇപ്പോൾ കാരണം എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് എന്ന രൂപത്തിലുള്ള എക്സ്പ്രഷനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. അപ്പോൾ 8ന്റെ ഹാഫ് 4, 4ന്റെ സ്ക്വയർ 16 ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഇങ്ങനെയാണ് n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 256. 4 സ്ക്വയർ ആണ് 16. അപ്പോൾ ഇത് n പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ ആണ്. Because it is already a perfect square, because half of the coefficient of n is already added, equal to 256. അപ്പോൾ n plus 4 എത്ര വരും? n plus 4ന്റെ സ്ക്വയർ വർഗമാണ് 256. n plus 4ന്റെ സ്ക്വയർ 256 ആണെങ്കിൽ n plus 4 will be its square root. Square root of 256 എത്രയാണ്? n എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ ഇത് പോസിറ്റീവായി വരുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്താൽ മതി. പോസിറ്റീവ് മാത്രം എടുത്താൽ നെഗറ്റീവ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ n പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ 256 ആകുമ്പോൾ n പ്ലസ് 4 256ന്റെ സ്ക്വയർ റൂട്ട് 16. ബിക്കോസ് 16ന്റെ സ്ക്വയർ ആണ് 256. വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഞാൻ എഴുതാം 16 സ്ക്വയർ. അപ്പോൾ n പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ 16 സ്ക്വയർ ആണെങ്കിൽ n പ്ലസ് 4 16. സോ വി ഗെറ്റ് n ഈസ് ഈക്വൽ ടു 16 പ്ലസ് 4 അങ്ങ് ചെല്ലുമ്പോൾ -4 ആവും. ദാറ്റ് ഈസ് 12. അതായത് സം ഓഫ് 12 ടേംസ് പ്ലസ് 16 gives 256. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്പർ ഓഫ് ടേംസ് ഈസ് 12. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. പേജ് നമ്പർ 86-ലെ 5ാമത്തെ പ്രോബ്ലം കൂടി നമുക്കൊന്ന് നോക്കാം. 86-ാമത്തെ പേജിൽ 5ാമത്തെ പ്രോബ്ലം ഇങ്ങനെയാണ്. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഗിവൺ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ and its altitude is h, suppose the altitude is given, then it is given that height is 2 meter less than the base. ബേസിനേക്കാൾ 2 മീറ്റർ കുറവാണ് ഹൈറ്റ്. ഏരിയ 12 മീറ്റർ സ്ക്വയർ ആണ്. ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഈസ് 12 മീറ്റർ സ്ക്വയർ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ്. ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബേസും കണ്ടുപിടിക്കണം. മറ്റു 2 സൈഡ്സ് ഈക്വൽ ആണ്. ഇറ്റ് ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഗിവൺ. സോ ദീസ് 2 സൈഡ്സ് ആർ ഈക്വൽ. വി നോ ബേസ് നമുക്ക് അറിയില്ല. ലെറ്റ് ഇറ്റ് ബി ടേക്കൺ ആസ് എക്സ്. ലെറ്റ് ബേസ് ഈസ് ഈക്വൽ ടു എക്സ് വി ക്യാൻ ചൂസ്. ആൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഈസ് 2 മീറ്റർ ലെസ് ദാൻ ബേസ്. അതായത് ബേസ് -2 ഇതാണ് ഹൈറ്റ്. അപ്പോൾ ബേസ് എക്സ് ആണ്. അപ്പോൾ എക്സ് -2 മീറ്റർ ഈസ് ദി ഹൈറ്റ്. ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഹൈറ്റ് ഈസ് 2 മീറ്റർ ലെസ് ദാൻ ബേസ്. അപ്പോൾ ബേസ് എക്സ് എന്ന് എടുത്താൽ ഹൈറ്റ് എക്സിനേക്കാൾ 2 കുറവാണ്. നൗ ഇറ്റ്സ് ഏരിയ ഈസ് 12 സ്ക്വയർ മീറ്റർ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഫോർമുല? ഏരിയ ഈസ് given എന്താണ്? ഏരിയ വി നോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ദി ഫോർമുല? ഏരിയ ഈസ് ഈക്വൽ ടു half BH ആണ്. അപ്പോൾ half BH is equal to 12. Area of any triangle is half into base into height. That is half into base എന്ന് പറയുന്നത് x എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ half into x into height is x minus 2. അപ്പോൾ x minus 2 equal to 12. half into base into height is 12. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 നമുക്ക് അപ്പറേറ്റ് കൊണ്ടുപോകാം. ഫ്രാക്ഷൻ മാറി കിട്ടും. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 2. ബിക്കോസ് ഡിവൈഡഡ് ബൈ 2 ഗോസ് ടു ദാറ്റ് സൈഡ് ബിക്കം മൾട്ടിപ്ലൈഡ് ബൈ 2. 2 കൊണ്ട് ഹരിക്കുക എന്നുള്ള അപ്പുറത്ത് ചിലപ്പോൾ ഗുണിക്കുക എന്നാവും. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 2. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു 2 2x ഈക്വൽ ടു 24. അപ്പോൾ ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 12 ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞത് 12 ഇൻറ്റു 2 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2 അപ്പറേറ്റ് കൊണ്ടുപോയി. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ്. എക്സ് ഇൻറ്റു 2 2x ആണ്. നൗ we have to find out this solution. Find the value of x. Here we know that it is of the form x square minus ax. If the expression is of the form x square minus ax, you just add a by 2 the whole square so that it become x minus a by 2 the whole square. അങ്ങനെയാണ് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്നത്. എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് എന്ന രൂപത്തിലുള്ള ഏത് എക്സ്പ്രഷനെയും
കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡിൽ സ്ക്വയർ കംപ്ലീറ്റ് ആക്കാൻ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ എയുടെ ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇത് എക്സ് മൈനസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ ആയിരിക്കും. എക്സ് മൈനസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ ആക്കാൻ ഇവിടെ എന്ത് ചെയ്താൽ മതി? എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 24 ആണ്. അതില് എക്സിന്റെ കോഎഫിഷ്യന്റ് 2, 2ന്റെ ഹാഫ് 1 സ്ക്വയർ ആഡ് ചെയ്യണം ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ. അപ്പൊ ഇപ്പറയും 1 സ്ക്വയർ ആഡ് ചെയ്യണം. We have added 1 square here to make the left side a perfect square. Since we have added 1 square to the left side, you should add 1 square to the right also. So we get this is x minus 1 the whole square. This is x minus 1 the whole square formula. ഇവിടെ 24 plus 1. അപ്പോൾ x minus 1 the whole square is equal to 25. x minus 1 the whole square 25 ആണ്. എന്ത് കിട്ടും? x minus 1 will be equal to 25ന്റെ സ്ക്വയർ റൂട്ട് that is 5 എന്ന് വരും. അപ്പൊ x is equal to 5 എടുക്കാൻ കാരണം 25ന്റെ സ്ക്വയർ റൂട്ട് പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. കാരണം x എന്ന് പറഞ്ഞാൽ സൈഡ് ഓഫ് ദി സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ സൈഡ് നെഗറ്റീവ് വരില്ല. അപ്പോൾ 5 പ്ലസ് 1 വരും. 5 പ്ലസ് 1 എന്ന് പറയുന്നത് നെഗറ്റീവ് 1. സബ്ട്രാക്റ്റിംഗ് 1 ഓപ്പറേറ്റർ വരുമ്പോൾ ആഡിങ് 1 ആയിരുന്നു. ദാറ്റ് ഈസ് 6. സോ എക്സ് എന്ന് പറഞ്ഞ ബേസ് ആണ്. Therefore we got base is equal to 6 meter. Base x is equal to 6 meter. And height is equal to x minus 2. അപ്പോൾ 6 minus 2 that is 4 meter. അപ്പോൾ ഇത് 6 എന്ന് കിട്ടി, ഇത് 4 എന്ന് കിട്ടി. ഇനി നമുക്ക് ഒരു സൈഡോടെ കിട്ടിയാൽ പോരെ എ ബി. അപ്പൊ എ ബിയും കൂടി കണ്ടുപിടിക്കണം. എ ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? എ ബി is equal to square root of base square plus altitude square. ആ ഫോർമുല ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അപ്പൊ റൂട്ട് ഓഫ് ബേസ് എന്ന് പറയുന്നത് ഇത്രയാണ് 6. അപ്പൊ ഇത്രയും 3 വരണം. 3. അപ്പൊ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് കിട്ടും. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ക്ലിയർ ആയോ? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ദിസ് ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ. അതിന്റെ ബേസ് 3 ആണ്. മൊത്തം 6 ആവുന്നത് 3. ഇത് 5, ഇത് 4 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ 3 സ്ക്വയറും 4 സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ എ ബി സ്ക്വയർ കിട്ടും. അപ്പൊ എ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 9 പ്ലസ് 16 ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 25. ദാറ്റ് ഈസ് 5 മീറ്റർ. Therefore AC is also 5 meter. Therefore the sides of the triangle are 5, 5 and 6. Therefore sides are 5, 5 and 6. മൂന്ന് സൈഡ്സും ഇത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈഡ്സ് ആ 5, 5ഉം ബേസ് 6 മീറ്ററും ആയിരിക്കും. അപ്പോൾ ഈ രൂപത്തിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. വളരെ നിസ്സാരമായ ചോദ്യമാണ്. കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡിൽ ഇക്വേഷൻ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റി അതിനെ സോൾവ് ചെയ്യുന്ന രീതിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രോബ്ലമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.